നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ MT വാസുദേവൻ നായർ അന്തരിച്ചു. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയായിരുന്നു MT എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. തൃശൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോപ്പ് NSS ക്യാമ്പ് സമാപിച്ചു. മലയാള കലാ, സിനിമ, സാഹിത്യ, സാംസ്കാരിക മേഖലയിൽ വ്യക്തിത്വം സൃഷ്ടിച്ച മഹാപ്രതിഭയായിരുന്നു MT എന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട് 11 ദിവസമായി ആശുപത്രിയിൽ കഴിഞ്ഞു. ഹൃദയാഘാതം ഉണ്ടായതാണ് നില വഷളാക്കിയത്. കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെ മരണം സംഭവിച്ചു. 1 മാസത്തിനിടെ പലതവണ MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിലായി. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു. ചികിത്സയ്ക്കായി പ്രത്യേക സംഘം രൂപവൽക്കരിച്ചു. മരണസമയത്ത് ഭാര്യയും മകളും ഉൾപ്പെടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉൾപ്പെടെ MTയുടെ ബന്ധുക്കളുമായും ഡോക്ടർമാരോടും ഏവരും സംസാരിച്ചു. എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും ഉൾപ്പെടെ വലിയ സുഹൃത്ത് വലയമുണ്ടായിരുന്ന MTയുടെ നിരവധി സുഹൃത്തുക്കൾ രാത്രി വൈകി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പത്രാധിപർ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, ലേഖകൻ, പ്രഭാഷകൻ, നാടകകൃത്ത്, നടൻ, സംവിധായകൻ, നാടക പരിഭാഷകൻ, ഗാനരചയിതാവ്, ബാലസാഹിത്യകാരൻ, അധ്യാപകൻ, സംഘാടകൻ, ഭരണാധികാരി, ജ്ഞാനപീഠമടക്കമുള്ള പുരസ്കാരങ്ങളുടെ ജേതാവ് എന്നിങ്ങനെ ഇടപെട്ട ഇടങ്ങളിലെല്ലാം കയ്യൊപ്പ് ആഴത്തിൽ പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു MT വാസുദേവൻ നായർ. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് MTയുടെ വേർപാടിലൂടെ നഷ്ടപ്പെട്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. കോഴിക്കോട് MTയുടെ വസതിയിലെത്തി ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കഥകളും നോവലുകളും ചലച്ചിത്രങ്ങളും കാലാതിവർത്തിയായി നിലനിൽക്കും, തലമുറകളോളം വായിക്കപ്പെടും. മലയാളത്തിന്റെ വാക്കും മനസ്സുമായിരുന്നു MT. വള്ളുവനാടന് മണ്ണിൽ കാലൂന്നി നിന്ന് കേരളീയ സമൂഹത്തിന്റെ മോഹങ്ങളും മോഹഭംഗങ്ങളും ആവിഷ്കരിച്ച മഹാനായ കഥാകാരൻ. നോവലുകൾ, ചെറുകഥകൾ, ഉപന്യാസങ്ങൾ, ബാലസാഹിത്യകൃതികൾ, ഓർമ്മക്കുറിപ്പുകൾ, യാത്രാവിവരണം, നാടകം, സിനിമ തുടങ്ങി മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും അമൂല്യനിധിയായി സൂക്ഷിച്ചു വയ്ക്കാനുള്ളത് അദ്ദേഹം സൃഷ്ടിച്ചു. സ്വന്തമായി സാഹിത്യ സൃഷ്ടി നടത്തുമ്പോഴും നിരവധിയായ എഴുത്തുകാരെ സൃഷ്ടിച്ച മഹാനായ പത്രാധിപരുമായിരുന്നു. MT കവിത എഴുതാത്ത കവി എന്ന് അദ്ദേഹത്തെ വിളിച്ചവരുണ്ട്. മലയാള കഥയെ, നോവൽ സാഹിത്യത്തെ കവിതയുടെ ലാവണ്യ ഭംഗിയിലേക്ക് അടുപ്പിച്ച എഴുത്തുകാരൻ. ഇരുട്ടിന്റെ ആത്മാവ്, താഴ്വാരം, മഞ്ഞ്, കടവ് തുടങ്ങിയ സിനിമകൾ അത്ഭുതപ്പെടുത്തി. MTക്ക് സമനായി MT മാത്രം. എത്ര പറഞ്ഞാലും തീരാത്ര വിശേഷണങ്ങൾക്കുടമ. ലോകമെങ്ങുമുള്ള സാഹിത്യ ആസ്വാദകരുടെ ദുഃഖത്തിനൊപ്പം ചേരുന്നുവെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. MT വാസുദേവൻ നായർക്ക് പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ ആദരം. മലയാള കലാ, സിനിമ, സാഹിത്യ, സാംസ്കാരിക മേഖലയിൽ തനത് വ്യക്തിത്വം സൃഷ്ടിച്ച് ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടി എഴുത്തിന്റെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തി ജ്ഞാനപീഠം കയറിയ മഹാപ്രതിഭ MT വാസുദേവൻ നായരുടെ കാലവിയോഗത്തിൽ സ്മരണാഞ്ജലി. മലയാള സാഹിത്യ, സിനിമാ ലോകത്തെ സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഈ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കും. എഴുത്തുശൈലി ലോക സാഹിത്യ ലോകത്തെ സ്വാധീനിച്ചു. ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമെന്നും പൗരസ്ത്യ കൽതായി സുറിയാനി സഭയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. BJP സംസ്ഥാന തലത്തിൽ നടത്തുന്ന സ്നേഹയാത്രയുടെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവും മധുരവും അദ്ദേഹം കൈമാറി. സ്നേഹയാത്രയെക്കുറിച്ചും വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയെക്കുറിച്ചും സംസാരിച്ചു. BJP ജില്ലാധ്യക്ഷൻ KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.
തൃശൂർ മേയർ എം കെ വർഗീസിന്റെ വീട്ടിലെത്തിയ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് ക്രിസ്തുമസ് മധുരവും സന്ദേശവും കൈമാറി. ഹൃദ്യമായ സ്വീകരണമാണ് BJP സംസ്ഥാന അധ്യക്ഷനും നേതാക്കൾക്കും മേയർ ഒരുക്കിയത്. ക്രിസ്തുമസ് ദിനത്തിൽ പൊന്നൂക്കര സെന്റ് ജോസഫ് പള്ളിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു. ഇടവകയിലെ വീടുകളിൽ തയ്യാറാക്കിയ 600ഓളം പൊതിച്ചോറുകൾ കുടുംബ കൂട്ടായ്മ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് വിതരണം ചെയ്തു. ഫാദർ ജിമ്മി കല്ലിങ്കൽ കുടിയിൽ, കൈക്കാരന്മാരായ ജോസ് താഴേക്കാടൻ, റിൽസൺ ചോനേടൻ, ആന്റണി ചീരമ്പൻ, കേന്ദ്രസമിതി കൺവീനർ ഷാജു കാട എന്നിവർ നേതൃത്വം നൽകി. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോപ്പ് NSS ക്യാമ്പ് സമാപിച്ചു. NSS ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ യുവ എന്ന പേരിൽ നടന്നുവരുന്ന സപ്തദിന സഹവാസ ക്യാമ്പിനാണ് സമാപനമായത്. സമാപന സമ്മേളനത്തിൽ സെന്റ് തോമസ് തോപ്പ് സ്കൂൾ PTA പ്രസിഡന്റ് ലിജോ ജോസ് അധ്യക്ഷനായി. നെടുപുഴ പോലീസ് SI അമൽ C സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ജിനി ജോസ്, വൃന്ദ CS ഹെഡ്മിസ്റ്റർ, സോബി K മാത്യു PTA വൈസ് പ്രസിഡന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തോപ്പ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബാബു KF സ്വാഗതവും NSS വളണ്ടിയർ ലീഡർ മാസ്റ്റർ അബി നന്ദിയും അറിയിച്ചു. പിന്നെ 17 വയസ്സ് മുതൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. സമൂഹത്തിൽ വിപത്തായിക്കൊണ്ടിരിക്കുന്ന കുറേ ലഹരി മരുന്നുകളുണ്ട്. അതിലൊന്നും ആരും ചെന്നുപെടാതിരിക്കുക. പിന്നെ 18 വയസ്സ് താഴെയാണെങ്കിൽ അവർക്കെതിരെ നടപടികളോ ശിക്ഷകളോ ഉണ്ടാവില്ല എന്ന് നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള ആൾക്കാർ നിങ്ങളടുത്ത് പറഞ്ഞു തരും. പക്ഷെ അത് ശരിയല്ല. അതിനും നടപടികളുണ്ടാവും. പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാകും. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 മാസമായി. രാത്രിയിൽ എല്ലാ ദിവസവും നമ്മൾ കുറേ ആൻറ്റി സോഷ്യലുണ്ട്. അവരെ വീട്ടിൽ ചെല്ലും. 1 മണിക്ക് ചെല്ലും, 2 മണിക്ക് ചെല്ലും, 3 മണിക്ക് ചെല്ലും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെല്ലും. ഒരു 5-6 പേരെ വീട്ടിൽ ചെന്ന് തട്ടി വിളിക്കും. അവരെ ഉണരണം, അതിനെ ഫോട്ടോ എടുക്കും. എന്നാലും അവർ പറയുന്നത് എന്താ പറയുക, സാറേ ഞാൻ 20ഓ 25ഓ വയസ്സിൽ ചെയ്ത കാര്യങ്ങളാണ്, എനിക്കിപ്പോൾ 50 വയസ്സായി, എന്നിട്ടും ശല്യപ്പെടുത്തിയാണല്ലോ സാറേ. നമ്മൾ പറയും നീ ആ കാലത്ത് ചെയ്തുകൊണ്ട് നീ അനുഭവിക്കണം, ഈ ലോകത്ത് നിന്ന് പോകുന്നവരെ നീ അനുഭവിക്കണം എന്ന് പറഞ്ഞ് വിളിക്കും. ചിലരൊക്കെ കാലം വിടും, സാറേ അങ്ങനൊന്നുമില്ല, ഞാൻ 10 വർഷമായിട്ട് ഡീസൻ്റാണ്. എന്നാലും ഇല്ല, നമ്മളൊരു ക്രൈമിൽ പെട്ടാൽ പിന്നീട് അതിൽ നിന്നും ഊരിപ്പോകാൻ പാടാണ്. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന 50 പേരുണ്ട് അല്ലേ? മൊത്തം 50 പേര് ഞാൻ പറ്റും. 50 കുട്ടികളും അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ആകരുത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ അധ്യാപകരുണ്ട്, പോലീസ് സ്റ്റേഷനിലെ നമ്പറുണ്ട്, ലാൻഡ് ഫോൺ നമ്പറിൽ ഒരിക്കലും തിരിച്ചു വിളിച്ച് ചോദിക്കത്തില്ല ആരാ ഇൻഫർമേഷൻ തന്നെന്ന് വിളിച്ച് ഇൻഫർമേഷൻ കൈമാറാം. ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വികസിക്കണമെങ്കിൽ നമ്മുടെ ഈ തലമുറയാണ് നന്നാവേണ്ടത്. അത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം. എല്ലാവരും ഉറക്കം പോയോ? ഒരുത്തോ വീണ്ടും ഉറങ്ങുന്നു. ഇന്നെന്തോ കൂടുതൽ ഭക്ഷണം കഴിച്ചോ? ഇന്ന് ചിക്കനോ മട്ടനോ അല്ല ഉണ്ടാകും. ചുമ്മാ തന്നെ ദഹിച്ചില്ലല്ലേ? നല്ലോണം വേണമല്ലോ. 5 മണിക്ക് എണീക്കാതെ വീട്ടിൽ 5 മണിക്ക് എണീക്കുന്നവരുടെ കൈയൊക്കെ കള്ളം പറയരുത്, സത്യം മാത്രം. 4:30 പൂജാരിയാണോ? അത് ശരി. ഏതമ്പലത്തിലെ പൂജാരിയാ? ശരി, നല്ല കാര്യം. അന്നേരം 4:30 എണീക്കുന്നവർക്ക് 5 മണിക്ക് എണീക്കുക, 5-7 മണിക്ക് എണീക്കുന്നവരെന്ന് പറഞ്ഞേ. അമ്മ വിളിക്കാതെ സ്വന്തം, അല്ല അമ്മയോ അച്ഛനോ വിളിക്കാതെ സ്വന്തം 4:30 5 മണിക്ക് എണീക്കുന്നവരാരൊക്കെ ഉണ്ട്? ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം.
നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ കെനൈൻ ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന ദേശീയ ശ്വാന പ്രദർശനം ഡിസംബർ 28, ശനി, 29, ഞായർ ദിവസങ്ങളിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ നടത്തും. 53 വ്യത്യസ്ത ബ്രീഡുകളിൽ നിന്നായി 380ഓളം ശ്വാനന്മാർ 2 ദിവസത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കും. റോട്ട് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗ്രേറ്റ് ഡെയിൻ, സൈബീരിയൻ ഹസ്കി, പിൻഷൻ, ഷിവാവ, ടോയ് പുഡിൻ, ചിപ്പിപ്പിരായ്, രാജപാളയം, മൃദുർഹൗണ്ട്, കന്നി, കാരവാൻ ഹൗണ്ട് തുടങ്ങി ശ്വാനന്മാർ പങ്കെടുക്കും. രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രദർശനമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് T. ചന്ദ്രൻ, സെക്രട്ടറി KT. അഗസ്റ്റിൻ, ഡാനിഷ് ജോൺ എന്നിവർ പങ്കെടുത്തു. MT വാസുദേവൻ നായരുടെ ദേഹവിയോഗത്തിൽ ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഒല്ലൂരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ, AA ജോസ്, EV സുനിൽ രാജ്, നിമ്മി റപ്പായി, ശശി പോട്ടയിൽ, സന്ദീപ് സഹദേവൻ, ഷോമി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കൾ, പോഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡിസംബർ 27 തൃശൂരിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. ഉച്ചകഴിഞ്ഞ് 2:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടക്കുന്നത്. നോട്ടീസ് ലഭിച്ച കേസുകളിൽ വിവരാധികാരി, 1ാം അപ്പീൽ അധികാരി, ഹർജിക്കാർ, അഭിഭാഷകർ തുടങ്ങിയവർ പങ്കെടുക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് 2:15 രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അവിടിശ്ശേരി ഫെസ്റ്റ് മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. അവിടിശ്ശേരി വികസന ജനകീയ സമിതി വൈസ് പ്രസിഡന്റ് ഷീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഴയകാല നാടക കലാകാരന്മാരെ ചാക്കോടി അന്തിക്കാട് ഉപഹാരം നൽകി ആദരിച്ചു. അവിടിശ്ശേരി വികസന ജനകീയ സമിതി ജനറൽ സെക്രട്ടറി CR പ്രകാശ് വിദ്യാധരൻ മാസ്റ്ററുടെയും ചാക്കോടി അന്തിക്കാടിന്റെയും തത്സമയം വരച്ച ചിത്രങ്ങൾ കൈമാറി. സുമതി ടീച്ചർ, PR അങ്കിരസ്, പഞ്ചായത്ത് മെമ്പർമാരായ ഇന്ദിര ജയകുമാർ, നിത്യ ജയരാജൻ, PF ബിന്നെ എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെള്ളാനിക്കര ക്ഷേത്രരഥം ടൂർ ക്ലബിന്റെ ഗാനമേളയും തിരുവനന്തപുരം ജാലകം തിയേറ്റേഴ്സിന്റെ നാടകവും ഉണ്ടായിരുന്നു. ും
എളവള്ളി ഗ്രാമീണ വായനശാലയും ചിറ്റാറ്റുകര ദി നാഷണൽ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ജനുവരി 2 വ്യാഴാഴ്ച സാമ്പത്തികോദ്ധാരണ സംഘം ഹാളിൽ വെച്ച് കൊളുകൈ 2025 എന്ന പേരിൽ സംസ്ഥാനതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. തൃശൂർ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യുന്നു. മുരളി പെരുന്നല്ലി MLA സമ്മാനദാനം നിർവഹിക്കും. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗ മേധാവി ഡോക്ടർ സനത് സദാനന്ദൻ ക്വിസ് മാസ്റ്ററാണ്. 1, 2, 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 രൂപ വീതവും ക്യാഷ് പ്രൈസും ട്രോഫിയുമുണ്ട്. പ്രായഭേദമന്യേ 2 പേരടങ്ങുന്ന ടീമിന് പങ്കെടുക്കാം. പ്രാഥമിക റൗണ്ട്, ഫൈനൽ റൗണ്ട് എന്നിങ്ങനെയാണ് മത്സരങ്ങൾ. ഡിസംബർ 31 വരെ രജിസ്ട്രേഷനുണ്ട്. ഫോൺ നമ്പർ 6272708158 9961-130-8037 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ KV ഉണ്ണികൃഷ്ണൻ, PM ജോസഫ്, PV രജിത്, PH അതുൽ എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകൾ തുടരുന്നു. സ്റ്റീഫൻ മഞ്ഞില അനുസ്മരണം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യമ്പാടം സഹകരണ ഓഡിറ്റോറിയത്തിൽ നടന്നു. മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രമോഹൻ XMLA ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി K അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ഭാരവാഹികളായ ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ, PJ രാജു, പുതുരുത്തി ബാങ്ക് പ്രസിഡന്റ് KT ജോയ്, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ അത്താണിയിലും ചെന്നൈയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രഷ്യൻ ആർട്ട് സ്റ്റുഡിയോ വിദ്യാർത്ഥികളുടെ ചിത്രകലാ പ്രദർശനം ഡിസംബർ 27 മുതൽ ലളിതകലാ അക്കാദമിയിൽ ആരംഭിക്കുന്നു. 28-ാം തീയതി മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഫൈൻ ആർട്സ് എഡ്യൂക്കേഷൻ, പോർട്ട്ഫോളിയോ പ്രിപ്പറേഷൻ എന്നിങ്ങനെ ചിത്രകലയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരത്തോടും വ്യത്യസ്തതയാർന്ന പാഠ്യപദ്ധതികളോടും കൂടി പഠിപ്പിച്ചു വരുന്ന പ്രഷ്യൻ ആർട്ട് സ്റ്റുഡിയോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നൽകുന്നു. ചെന്നൈയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓഫ്ലൈനായും ഓൺലൈനായും കുട്ടികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു. സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന ആർട്ട് സ്റ്റുഡിയോയുടെ അക്കാദമിക് ഹെഡായ R ഷിയുടെയും ഭർത്താവും എഞ്ചിനീയറുമായ എഡ്വിൻ സ്വീസറിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പ്രഷ്യൻ ആർട്ട് സ്റ്റുഡിയോ.
ആർഷ മരിയ ജോൺ, എഡ്വിൻ സീസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ CPI രൂപീകരിച്ചതിന്റെ 99ാം വാർഷികത്തോടനുബന്ധിച്ച് പാർട്ടി ഓഫീസിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MR സോമനാരായണൻ പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ EM സതീശൻ പ്രസംഗിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ഷീല മോഹൻ, KP തോമസ്, MS അബ്ദുൾ റസാഖ് എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലം സെക്രട്ടറി MU കബീർ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA വേലായുധൻ അധ്യക്ഷതയും വഹിച്ചു. ആ പോരാട്ടങ്ങളുടെ ഫലമായി അവശത അനുഭവിക്കുന്ന അടിമകളെപ്പോലെ ജീവിച്ചിരുന്ന തൊഴിലാളി വർഗത്തിന് അവരുടെ മുന്നണി പോരാളികളാക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഈ കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വളർച്ചയിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ വ്യവസായ തൊഴിലാളികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, മഹിളകൾ എല്ലാവരും ഈ കാലഘട്ടങ്ങളിൽ അണിനിരന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ നേടിയെടുത്ത പല നേട്ടങ്ങളുടെയും അതിൻ്റെ ഉടമസ്ഥാവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 99 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഈ പാർട്ടിയെ പ്രസ്ഥാനത്തിനെ സ്നേഹിച്ച, ഈ പാർട്ടി വളർത്തിയെടുത്ത മുഴുവൻ ജനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഈ 99ാം വാർഷിക ആഘോഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വടക്കാഞ്ചേരി സ്ഥാന മന്ദിരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന് മുന്നിൽ ഉയർത്തുന്ന പതാക നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉയർത്തുകയാണ്. എനിക്കെല്ലാം അഭിവാദ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ MT വാസുദേവൻ നായർ അന്തരിച്ചു. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയായിരുന്നു MT എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. തൃശൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോപ്പ് NSS ക്യാമ്പ് സമാപിച്ചു. മലയാള കലാ, സിനിമ, സാഹിത്യ, സാംസ്കാരിക മേഖലയിൽ വ്യക്തിത്വം സൃഷ്ടിച്ച മഹാപ്രതിഭയായിരുന്നു MT എന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.